നമ്മളൊരു സോങ്സ് എടുത്തു കഴിഞ്ഞാൽ ആ സോങ്സിൻ്റെ കരോക്കെ നമുക്ക് എടുക്കാൻ യൂട്യൂബിൽ ഒരുപാട് വീഡിയോ ഉണ്ട്. പക്ഷേ നമുക്ക് ഇഷ്ടപ്പെട്ടൊരു പാട്ടിൻ്റെ കരോക്കെ നമുക്ക് വേർതിരിച്ചെടുക്കാൻ എങ്ങനെ സാധിക്കുമെന്നുള്ള വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിരുന്നു. പക്ഷെ അതിന് നമ്മളൊരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തിയിരുന്നു. ആ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു നമ്മൾ ഇഷ്ടപ്പെട്ട പാട്ടിൻ്റെ കരോക്കോ, അതായത് ആ ഒരു പാട്ടിനകത്തുള്ള മ്യൂസിക് മാത്രം നമുക്ക് വേർതിരിച്ചെടുക്കാൻ, ആ പാട്ടിലെ വരികൾ എടുക്കാതെ നമുക്ക് അതിലെ മ്യൂസിക് മാത്രം വേർതിരിച്ചെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. നേരത്തെ നമ്മൾ ആപ്ലിക്കേഷൻസിലൂടെ പരിചയപ്പെടുത്തിയിരുന്നത്. നമുക്ക് ഇന്നൊരു വെബ്സൈറ്റിലൂടെയാണ് ആ കാര്യങ്ങൾ ചെയ്യുന്നത്. നമുക്ക് അതെങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളത് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. പല ആളുകൾക്കും ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നേരത്തെ പരിചയപ്പെടുത്തിയ ഒരു ആപ്ലിക്കേഷൻ ആണെങ്കിൽ ഇന്നൊരു വെബ്സൈറ്റിൻ്റെ സഹായത്തോടെ നമുക്ക് നമ്മുടെ ഇഷ്ടപ്പെട്ട പാട്ടിൻ്റെ കരോക്കെ നമുക്ക് സ്വന്തമായിട്ട് വേർതിരിച്ചെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ വാട്സപ്പരമായുള്ള അപ്ഡേറ്റുകളൊക്കെ നമ്മുടെ സെക്കൻഡ് ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ ലിങ്ക് വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ വെക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ സംശയങ്ങളൊക്കെ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ചോദിക്കുക. ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അത് ക്ലിക്ക് ചെയ്തുകൊണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ എത്താൻ സാധിക്കും. നിങ്ങൾ ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് നമുക്കൊരു വെബ്സൈറ്റിൻ്റെ സഹായത്തോടെ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സോങ്സിൻ്റെ കരോക്കോ മ്യൂസിക് മാത്രമായിട്ട് എങ്ങനെ വേർതിരിച്ചെടുക്കാമെന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയുള്ള വെബ്സൈറ്റ് നമ്മൾ ഓപ്പൺ ചെയ്യുക. വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ വെക്കുന്നുണ്ട്. അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ആ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. വോക്കൽ റിമൂവർ എന്നുള്ളതാണ് വെബ്സൈറ്റ് ഈ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ കാണാൻ സാധിക്കും. ഇവിടെ നമ്മൾ താഴെ കാണുന്ന ഭാഗത്ത് ബ്രൗസ് മൈ ഫയൽസ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ക്ലിക്ക് കൊടുക്കുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ കാണാൻ സാധിക്കും ഇതുപോലെ നമ്മുടെ ഗാലറിയിലുള്ള ഒരു പാട്ട്, ഒരു സോങ്സ് നിങ്ങൾക്ക് ഇതിൽ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. ഇതിൽ നമ്മുടെ ഫയൽ ഓപ്പൺ ചെയ്തുകൊണ്ട് ഫയലിൽ നിന്ന് നമുക്ക് നമ്മുടെ സോങ്സ് സെലക്ട് ചെയ്തെടുക്കാം. അപ്പം അതിനുവേണ്ടി നമ്മുടെ ഫയൽസിൽ നിന്ന് ഇടത് ഭാഗത്തുള്ള 3 ലൈൻസ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഓഡിയോസിൽ പോയിട്ട് നമുക്ക് ഓഡിയോസിൽ നിന്ന് നമ്മുടെ സോങ്സ് എടുക്കാൻ സാധിക്കുന്നതാണ്. ഞാനിപ്പോൾ ഒരു സോങ്സ് സെലക്ട് ചെയ്യുകയാണ് കാണിച്ചിരുന്നതിന് വേണ്ടി. ഞാനിപ്പോൾ ഇവിടെ ഒരു സോങ്സ് എടുക്കുകയാണ്, കാണാൻ സാധിക്കും. ഞാനിപ്പോൾ ഒരു സോങ്സ് എടുത്ത് ഈ സോങ്സ് എങ്ങനെയാണ് ഒന്ന് നമുക്ക് പ്ലേ ചെയ്ത് നോക്കാം. ശേഷം നിങ്ങൾ അതിൻ്റെ മ്യൂസിക്കും സോങ്സൊക്കെ കണ്ടുവെക്കുക. നമ്മൾ എങ്ങനെയാണ് അതിൻ്റെ മ്യൂസിക് മാത്രമായിട്ട് വേർതിരിച്ചെടുക്കാമെന്നുള്ള അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞാനിപ്പോൾ ഈ ഒരു മ്യൂസിക്കിൽ സെലക്ട് ചെയ്തു. ആ ഒരു വെബ്സൈറ്റിലേക്ക് എത്തി. അപ്ലോഡാകുന്ന സമയം വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്ലോഡിങ് പൂർത്തിയായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഇതുപോലെ കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് ആ ഒരു പാട്ട്, നിങ്ങൾ ആ ഒരു സോങ് നിങ്ങൾ കരോക്കെ മാത്രമായി വേർതിരിച്ചിരിക്കേണ്ട ആ ഒരു സോങ്സ് ഇതുപോലെ കാണാൻ സാധിക്കും. ഇവിടെ നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇതൊരു മ്യൂസിക് മാത്രമായി ആ ഒരു സോങ്സിന്റെ വരികൾ നമ്മൾ ഇതിന്ന് ഒഴിവാക്കി. ഇനി ആ സോങ്സിന്റെ വരികൾ കിട്ടണമെങ്കിൽ ഇവിടെ വോക്കൽസ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇത് ഓഫ് ആയിരിക്കും. ഒന്ന് വലിച്ചു കൊടുക്കുക ഇതുപോലെ. ശേഷം നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം എങ്ങനെയാണ് ഇത് പ്ലേ ചെയ്യുന്നത്. കാണാൻ സാധിക്കും ഇതാണ് സോങ്സ്. ഈ ഒരു സോങ്സിലെ ആ മ്യൂസിക്കും വരികളും നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും. നമുക്കതിൽ മ്യൂസിക് മാത്രമായിട്ട് എടുക്കണമെങ്കിൽ, അതായത് നിങ്ങൾക്ക് പാട്ട് പാടുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ മ്യൂസിക് മാത്രമായി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് ആ മ്യൂസിക്കിനോടൊപ്പം നിങ്ങൾക്ക് പാട്ട് പാടാൻ സാധിക്കും. അതാണ് കരോക്കെ. അപ്പോൾ നോക്കി ഇതിൻ്റെ മ്യൂസിക് മാത്രമായിട്ട് എടുക്കുന്നതിന് വേണ്ടി നമ്മൾ നേരത്തെ കണ്ട പോലെ ഈ വോക്കൽസ് എന്നുള്ളത് ഒന്ന് ഒഴിവാക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് മ്യൂസിക് മാത്രമായിട്ട് പ്ലേ ചെയ്ത് നോക്കാൻ സാധിക്കും. ഇനി നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. കാണാൻ സാധിക്കും നമുക്ക് ആ ഒരു സോങ്സിൻ്റെ വരികൾ ഒഴിവായി അതിൻ്റെ മ്യൂസിക് മാത്രമായിട്ട് വേർതിരിച്ചെടുക്കാൻ സാധിക്കും. ഒരു ആപ്ലിക്കേഷൻ്റെ സഹായമില്ലാതെയാണ് നമ്മൾ ചെയ്യുന്നത്, വെബ്സൈറ്റിൻ്റെ സഹായത്തോടെയാണ്. അപ്പോൾ നമ്മൾ ഇത്തരത്തിൽ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇനി വേണമെങ്കിൽ നിങ്ങളുടെ ആ ഒരു മ്യൂസിക്കിൻ്റെ വരികൾ കുറച്ച് കേൾക്കണമെങ്കിൽ ഈ ഒരു വോക്കൽസ് ഒന്ന് കുറച്ച് ഭാഗത്തേക്കൊന്ന് ഇതുപോലെ സ്ക്രോൾ ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ആ ലൈൻ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ വോയിസ് കൂട്ടാനും കുറക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഇതുപോലെ സെറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇനി ഇതിൻ്റെ വോക്കൽസ് ആണോ വേണ്ടത്, മ്യൂസിക് ആണോ വേണ്ടത് എന്നുള്ളത് സെലക്ട് ചെയ്തെടുക്കണം. അപ്പം മ്യൂസിക് മാത്രം വേണമെങ്കിൽ ഈ മ്യൂസിക് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. കാണാൻ സാധിക്കും ഇത് ഡൗൺലോഡായി. വോക്കൽസ് മാത്രമാണെങ്കിൽ വോക്കൽസ് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വോക്കൽസിന് മാത്രം ഡൗൺലോഡ് ആകും. അപ്പോൾ ഇതാണ് ആപ്ലിക്കേഷൻ. അപ്പോൾ ഇതാണ് വെബ്സൈറ്റ്. നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക.
നിങ്ങളുടെ ഗാലറി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ മ്യൂസിക് മാത്രമായിട്ട് കേൾക്കാൻ സാധിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോയുടെ അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്താം. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.